ഹലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ACCAയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അഫിലിയേറ്റ് ആയെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനിന്ന് കാണാൻ പോകുന്നത് എൻ്റെ വേറെ 2 ഫ്രണ്ട്സിനെ കേട്ടോ. ഞങ്ങൾ ACCA ജേർണി തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പല പേപ്പറും ഫെയിലാവുകയും പാസ്സാവുകയും അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഫൈനലി ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അഫിലിയേറ്റ്സ് ആയിട്ടോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമല്ല. കാരണം ജേണി തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായവർ ജേണി തീരുന്ന സമയത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിന്ന് ഒരുപാട് നാളിന് ശേഷം എൻ്റെ ആ ജേണിയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ആ 2 പേരെ കാണാൻ വേണ്ടി പോകുന്നതാട്ടോ. ഞങ്ങളുടെ ഒരു ന്യൂ അഫിലിയേറ്റ്സ് മീറ്റപ്പാണിത്. ഇതാ വരുന്നതാണ് വർഷ. ഞങ്ങളങ്ങനെ ഒരുപാട് പേപ്പറൊന്നും ഒരുമിച്ച് ഇരുന്നിട്ടില്ല. പക്ഷെ നല്ല രസമാട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെയൊക്കെ ആട്ടോ പഠിച്ചത്. ഇതാ വരുന്നതാണ് ആലിയ. അവൾ ഫോൺ റീചാർജ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് കുറേ നേരം ഞങ്ങളെ നോക്കി പോസ്റ്റ് അടിച്ച് അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി മീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കൽ പരിപാടിയിലേക്കൊക്കെ പോയിട്ടോ. അങ്ങനെ കുറേ നേരം ആലോചിച്ച് തിക്കിലും തിരക്കിലൊക്കെ ഇങ്ങനെ അങ്ങ് ചെന്ന് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ പിന്നെ കഴിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അഫിലിയേറ്റ് ആയതിൻ്റെ ഒരു ആഘോഷം വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 2 ബ്രൗണി മേടിച്ച് ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലുവിലാണ് ആസ് യൂഷ്വൽ ഞങ്ങൾ മീറ്റ് ചെയ്തത്. അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അന്ന് ഭയങ്കര മഴയായിരുന്നു. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടുപോയേനെ. അങ്ങനെ ഞങ്ങൾ ബ്രൗണി മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു അവസരമായി എടുത്തിട്ട് 2 പേർക്കും ഈ വീഡിയോയിലൂടെ താങ്ക് യു പറയാണ് ഗൈസ്. നമ്മളുടെ ഒരു ടീം വർക്ക് തന്നെയായിരുന്നു നമ്മുടെ സക്സസിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ആരുടെയും വളർച്ചയിൽ ഒരു വിഷമവും തോന്നാതെ നമ്മൾ ഫീലാവുമ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അഫിലിയേറ്റ്സ് ആവണം എന്നുള്ളത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫൈനലി അങ്ങനെ ഞങ്ങൾ അഫിലിയേറ്റ്സ് ആയി. ഞങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെലിബ്രേഷനൊക്കെ നടത്തിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബ്രൗണി. ഞങ്ങൾ കുറേ കേക്ക് വാങ്ങണം എന്നിങ്ങനെ ആലോചിച്ചാണ് ബ്രൗണിയിൽ എത്തിച്ചേർന്നത്. പക്ഷെ അതൊരു നല്ല ഡിസിഷനായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ കപ്പയിറച്ചിയും ആണ് മേടിച്ചത്. വർഷയ്ക്ക് നോമ്പായിരുന്നപ്പോൾ വെജ് ഫ്രൈഡ് റൈസും പനീറിൻ്റെ ഒരു കറിയും, അലിയ ചിക്കൻ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കണ്ടിട്ട് ഒരുപാട് നാളായി. പിന്നെ അപ്പോഴേക്കും പോവാൻ ടൈമായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മെട്രോയിൽ പോയി. അത് കഴിഞ്ഞ് ബസ്സിന് വീട്ടിൽ പോയി. അപ്പോൾ ബൈ.